ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്ലർക്ക് കെ സംഗീത് നടത്തിയത് ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകളെന്ന് കണ്ടെത്തൽ. ക്ഷേമനിധിയിലേക്ക് വന്ന ചെക്കുകൾ ബാങ്കിൽ നൽകി പണം കൈപ്പറ്റിയതായും കണ്ടെത്തി. 40-ലധികം ചെക്കുകൾ സംഗീത് പണമാക്കി മാറ്റി 1 കോടിയോളം രൂപ തട്ടിച്ചു. സംഭവത്തിൽ മേലുദ്യോഗസ്ഥരും ഒത്താശ ചെയ്തുവെന്നാണ് വിവരം. ലോട്ടറി വകുപ്പിലെ ഒരു ജോയിന്റ് ഡയറക്ടറും സംശയത്തിന്റെ നിഴലിലാണ്. ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പരാതി നൽകി. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, ഓരോ ദിവസവും ഇങ്ങനെ പല അഴിമതി കഥകൾ ചുരുളഴിഞ്ഞ് പുറത്തു വരുന്നു. ഇതിപ്പോൾ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ എന്താണ്? ഈ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ക്ലർക്കായിരുന്ന കെ സംഗീത 78 ലക്ഷം രൂപ ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന 78 ലക്ഷം രൂപ തൻ്റെ അക്കൗണ്ടിലേക്കും തൻ്റെ വീടിന്റെ നിർമ്മാണം നടത്തിയിരുന്ന കോൺട്രാക്റ്റുകാരൻ്റെ അക്കൗണ്ടിലേക്കും മാറ്റി എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസം ജനം TV പുറത്തുവിട്ടിരുന്നു. ഇതിന് ഒരു വിജിലൻസ് പരിശോധന, അതായത് ഈ ലോട്ടറി ഡയറക്ടറുടെ ഒരു വ്യാജ സീൽ തയ്യാറാക്കി അതുവഴി അനധികൃതമായി അവധിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതിയിൽ വിജിലൻസ് പരിശോധന നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഇയാൾ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ഉണ്ടായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ 78 ലക്ഷം രൂപയായിരുന്നു ഇയാൾ തട്ടിയെടുത്തതായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഇയാൾ നടത്തിയിട്ടുള്ള കൂടുതൽ തട്ടിപ്പുകളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പുതിയതാണ് ഈ ക്ഷേമനിധി ബോർഡിലേക്ക് വന്നിട്ടുള്ള ചെക്കുകൾ സ്വന്തം പേരിൽ മാറി പണം തട്ടിയെടുത്തു എന്നുള്ളത്. ഏതാണ്ട് 40ഓളം ചെക്കുകൾ മാറി 1 കോടിയോളം രൂപ ഇയാൾ സ്വന്തമായി ബാങ്കിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന വിവരം. സാധാരണഗതിയിൽ ക്ഷേമനിധി ബോർഡിലേക്ക് ഒരു ചെക്ക് വരികയാണെങ്കിൽ ആ ചെക്ക് ആദ്യം ക്ലർക്കിന്റെ മേശപ്പുറത്തെത്തുന്നു, പിന്നീട് സൂപ്രണ്ടിന്റെ ഓഫീസ്, ജൂനിയർ സൂപ്രണ്ടിന്റെ മുന്നിലെത്തുന്നു, പിന്നീട് സൂപ്പർവൈസറി ഓഫീസറായിട്ടുള്ള വെൽഫെയർ ഓഫീസറുടെ മുന്നിലെത്തുന്നു, പിന്നീട് ഡയറക്ടറുടെ അടക്കം അനുമതിയോടുകൂടി അല്ലെങ്കിൽ ഇവർ നൽകുന്ന നോട്ടുകളുടെയും നടപടിക്രമങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് സാധാരണഗതിയിൽ പണം മാറ്റിയെടുക്കാൻ കഴിയുക. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പണം ഈ പറയുന്ന സംഗീത് മാറ്റിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഏത് രീതിയിലാണ് ഇവരുടെയൊക്കെ വ്യാജ ഒപ്പുകളും നടപടിക്രമങ്ങളും ഒക്കെ ഇയാൾ വ്യാജമായി സൃഷ്ടിച്ചോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ നിമിഷം വ്യക്തതയില്ല. പക്ഷേ എങ്ങനെയാണ് ഇയാൾ പണം കൈമാറിയത് അല്ലെങ്കിൽ പണം തട്ടിയെടുത്തത് എന്നുള്ളതിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുമ്പോഴും ഇത്തരത്തിൽ പണം തട്ടിയെടുത്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2018-19 കാലയളവിലാണ് ഇയാൾ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ ഉണ്ടാകുന്നത്. പിന്നീട് ഇയാൾ ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് മാറുന്നു. അക്കാലയളവിലും സമാനമായ രീതിയിൽ ലോട്ടറി ക്ഷേമനിധി ബോർഡിലേക്ക് വന്നിട്ടുള്ള ചില ചെക്കുകൾ ഇയാൾ മാറ്റി പണം തട്ടിയെടുത്തു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇയാൾക്ക് മറ്റുദ്യോഗസ്ഥരുടെയും സഹായം ഏറ്റവും പ്രധാനപ്പെട്ടത് ലോട്ടറി വകുപ്പ്, അതായത് ഒരാൾക്ക് മാത്രമായി ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് നടത്താനാകുമോ? അതിന് പിന്നിൽ ചില ശക്തികളില്ലേ? കൂടിയാലോചനകൾ ഇല്ലേ? ഗൂഢാലോചനയുണ്ടോ? ഇതെല്ലാം പുറത്തു വരേണ്ടതുണ്ട്. അങ്ങനെ ചിലരും സംശയത്തിൻ്റെ നിഴലിലാണ്. കൊണ്ടുവരുന്നതും ഈ വകുപ്പിൽ നിന്ന്, അതായത് ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഡയറക്ടറേറ്റിലേക്ക് മാറിയതിനു ശേഷവും സംഗീത സമാനമായ രീതിയിൽ ഈ പറയുന്ന ചെക്കുകൾ മാറ്റി പണം കൈപ്പറ്റി എന്നുള്ള കണ്ടെത്തലാണ്. എന്തായാലും കൂടുതൽ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ പരിശോധന നടക്കുകയാണ്. ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയുടെ ധനകാര്യ പരിശോധന വിഭാഗമൊക്കെ വിഷയത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് രാവിലെ വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇന്ന് ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അടക്കമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ധനകാര്യമന്ത്രിക്ക് വിഷയത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. ഉത്തരവാദികളായുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഈ പണം അവരിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം ജനം ടിവിയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ പരിശോധന നടക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഒരു ഉദ്യോഗസ്ഥൻ വർഷങ്ങളായി ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തുന്നു, അതിന് മറ്റുദ്യോഗസ്ഥരുടെ സഹായവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. അയാൾ തുടർച്ചയായി നിരവധി തട്ടിപ്പുകളിൽ അല്ലെങ്കിൽ ഡയറക്ടറുടെ അടക്കം വ്യാജ സീലടക്കം തയ്യാറാക്കുന്ന രീതിയിലേക്കുള്ള തട്ടിപ്പുകളും ഒക്കെ അയാൾ മുന്നോട്ട് പോകുമ്പോഴും ഈ ഉദ്യോഗസ്ഥൻ ഇത്രയും കാലം സർവീസിൽ തുടർന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 6 മാസം മാത്രമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വ്യാജ സീൽ തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തട്ടിപ്പിൽ അയാളെ സസ്പെൻഷനിൽ ആയിരിക്കുന്നത്. എന്തായാലും ആ വിജിലൻസ് അന്വേഷണമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്ന കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരുന്നത്. അതിന് ഈ ലോട്ടറി ഡയറക്ടറേറ്റിലെ മറ്റു കൂടുതൽ ഉദ്യോഗസ്ഥരും അതിൽ പങ്കാളികളായിരുന്നു എന്നുള്ള സംശയവുമാണ് ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. കൃഷ്ണരാജ്, ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്ലർക്ക് കെ സംഗീത് നടത്തിയത് ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകളെന്ന് കണ്ടെത്തൽ. ഏകദേശം 1 കോടിയോളം തട്ടിപ്പ് നടത്തി എന്നാണ് വിവരം. മേലുദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ടോ എന്ന സംശയം ശക്തമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ.